ഭാര്യയോട് പറഞ്ഞു, തോട്ടം കാക്കണം, തോട്ടത്തിൽ കൃഷി ചെയ്യണം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ദൈവം ഒരു കൽപ്പന അവർക്ക് കൊടുത്തു. ദൈവത്തിന്റെ കൽപ്പന മനുഷ്യൻ മറുതലിച്ചു. അവൻ തോട്ടത്തിന്റെ നടുവിൽ നിന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുവാനിടയായി തീർന്നു. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് അവൻ ചെയ്യുവാനിടയായി തീർന്നു. ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യാതെയും ദൈവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പാപമാണ്. പാപത്തിൽ നിന്നൊരു മോചനം ലഭിപ്പാൻ കർമ്മമാർഗങ്ങൾ കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ സാധ്യമല്ല. പാപമില്ലാത്തവൻ യാഗമായി തീരണം. യേശുക്രിസ്തു പാപമേൽക്കാത്തവൻ, പാപം ചെയ്യാത്തവൻ, കർത്താവ് കാൽവരിയിൽ പരമയാഗമായി തീർന്നു. ഒന്നാമത്തെ മനുഷ്യൻ പാപം ചെയ്തു. അങ്ങനെ ആദാമി പാരമ്പര്യത്തിലുള്ള സകല മനുഷ്യരും പാപിയാണ്. പാപഭങ്കുരമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പാപത്തിൽ നിന്നൊരു മോചനം ലഭിപ്പാൻ കർമ്മമാർഗങ്ങൾ കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ സാധ്യമല്ല. പാപമില്ലാത്തവൻ യാഗമായി തീരണം. യേശുക്രിസ്തു കാൽവരിയിൽ പരമയാഗമായി തീർന്നത് മാനവരാശിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി, മാനവരാശിയുടെ ഉദ്ധാരണത്തിനു വേണ്ടി അരുമനാഥൻ കാൽവരിയിൽ യാഗമായി തീർന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാവേ, എനിക്കും നിനക്കും വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ പരമയാഗമായി തീർന്നത്. അതെപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുന്നത്? യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗോണ്ടേറ്റു പറഞ്ഞ് യേശുവിന്റെ മകനും മകളുമായി തീരുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിനും വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരുവാനിടയായി തീരുന്നു. എന്തിനാണ് വഴിയോരത്ത് വന്ന് ഇങ്ങനെ കണ്ടക്ഷോഭം നടത്തുന്നത്? ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതിന്റെ ആവശ്യകത എന്ത് എന്ന് ചിന്തിക്കുന്ന ചില ശ്രോതാക്കൾ